ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോട്ട്. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, അതായത് മനസ്സ് വളരെയധികം ഇമോഷണലി വലിയൊരു പ്രശ്നത്തിലാണ്, മനസ്സിൻ്റെ വിഷമം മാറുന്നില്ല, എപ്പോഴും ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അവർ പറയുന്ന കാര്യമുണ്ട്. അതായത് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ചിന്തകൾ വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ എന്താണ്, ഇന്നർ വോയിസ് കേൾക്കാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ സോളുമായിട്ടും യൂണിവേഴ്സുമായിട്ടും കൂടുതൽ അടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷനാണ്. അപ്പോൾ ആദ്യം മെഡിറ്റേഷൻ. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ചിന്തകൾ വരുന്നു എന്നതാണ് ചോദിക്കുന്നത്. മനസ്സിലാക്കുക, ഒരു ദിവസം കൊണ്ട് മെഡിറ്റേഷനിൽ നിങ്ങളുടെ ഇന്നർ വോയിസിനെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ നിമിഷാർദ്ധം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ചിന്തകളാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിലുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് അതായത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് പോകാൻ അങ്ങ് അനുവദിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ചിന്തകൾ എന്താണോ ആ ചിന്തകൾ വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ വന്നിട്ടങ്ങ് പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് ചിന്തകൾ വരാതെ ആവുന്നതായിട്ടും, അതുപോലെ തന്നെ കൂടുതൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നതായിട്ടും, അതുപോലെ ചുറ്റുമുള്ള ശബ്ദങ്ങളായാലും ഒന്നും കേൾക്കാതെ ആവുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാനും നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും പറ്റുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇത് കുറച്ച് ദിവസങ്ങൾ എടുത്താലാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, അതായത് മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധനാമൂർത്തി അല്ലെങ്കിൽ ഒരു ശക്തി, യൂണിവേഴ്സ് ആയിരിക്കാം, ചിലർക്ക് കൃഷ്ണനായിരിക്കാം, ശിവനായിരിക്കാം, അല്ലെങ്കിൽ ഭഗവതി ആയിരിക്കാം, അല്ലെങ്കിൽ ഈശോ ആയിരിക്കാം, മാതാവായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു ആയിരിക്കാം, ഏതൊരു ഇതിലാണോ നിങ്ങൾ, യൂണിവേഴ്സ് ആയിരിക്കാം, ഏതിലാണോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത് ആ ശക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പറയുക, നീ എൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്, നിൻ്റെ ചൈതന്യം ഞാൻ തിരിച്ചറിയുന്നു, ഞാനത് നിൻ്റെ ചൈതന്യം തിരിച്ചറിയുകയും നിൻ്റെ ചൈതന്യമാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വലിയ മാറ്റം തന്നെ സംഭവിക്കും. നിങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഓറ അല്ലെങ്കിൽ ഒരു ചൈതന്യം നിങ്ങൾക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യുക. അതായത് എൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ശക്തി ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഞാൻ ആരെയാണോ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തി എൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ആ ഒരു ചൈതന്യത്തെ തിരിച്ചറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വരാവുന്ന മാറ്റം. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, ഉള്ളതിനും ഇനി എന്താണ് വേണ്ടത് അതിനും കൂടി ഉള്ളതായി സങ്കല്പിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എല്ലാ ദിവസവും എന്നുള്ളതാണ്. ജേണൽ ചെയ്യാം, അല്ലെങ്കിൽ മിററിൽ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ നടന്ന് മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നടക്കാം. ഇത് നിർബന്ധമായിട്ടും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇമോഷണലി വളരെ വിഷമിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ വാട്ടർ ബാലൻസ് ആണ് ഇമോഷണൽ ബാലൻസ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കരയുമ്പം കണ്ണിലൂടെ നമ്മളുടെ ഇമോഷൻസ് എങ്ങനെയാണ് പോകുന്നത്? കണ്ണുനീരായിട്ടാണ്, വെള്ളമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി ഒരു ബാലൻസ് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അതായത് ബീച്ചിൽ പോവുക, കടലിലേക്ക് നോക്കിയിരിക്കുക, അത് വെള്ളത്തിനടുത്തിരിക്കുന്നത് ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. ഇനി ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ അടുത്ത് വെച്ചിട്ട് അതിലേക്ക് നോക്കിയിരിക്കുക. നിങ്ങൾ വളരെയധികം ഇമോഷണലി സ്റ്റേബിൾ ആവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം. ഇനി
ഇതല്ല, നിങ്ങൾക്ക് എന്താണ് ഒരു പാർക്കിലൊക്കെ പോകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് ഒരു മരമുണ്ടെങ്കിൽ ആ മരത്തിനെ ഒന്ന് ഹഗ് ചെയ്ത് നിങ്ങളുടെ വിഷമങ്ങൾ അതിനോട് പറയുക. നിങ്ങളുടെ ആ ഒരു വിഷമങ്ങൾ ആ മരം അബ്സോർബ് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രയാസങ്ങൾ മരം സ്വീകരിച്ച് മണ്ണിലേക്ക് അതിലേക്ക് നൽകിക്കോളും. അതുപോലെ തന്നെ അത് യൂണിവേഴ്സിൽ നിന്നും എനർജി സ്വീകരിക്കുന്ന ഇതാണ് മരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഇത് മാറി നിങ്ങളുടെ ഉള്ളിലേക്ക് പുതിയ പുതിയ ചിന്തകൾ കടന്നു വരുന്നതായിട്ടും വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇതുപോലെ ഇതിൽ മരം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ, അതായത് വാഴയെ ഹഗ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം വാഴ കൂടുതൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു എന്താണ് ഷ്രബാണ്. അതായത് വാഴ കൂടുതൽ വാട്ടർ കണ്ടൻ്റ് അടങ്ങിയതുകൊണ്ട് തന്നെ വാഴയിൽ അതിനെ ഹഗ് ചെയ്യുമ്പോൾ കൂടുതൽ വേഗം നിങ്ങൾക്ക് എന്താണ് ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ചെരുപ്പിടാതെ ഭൂമിയുമായിട്ട് ഒരു ഗ്രൗണ്ടഡ് ആയിരിക്കുക, ഭൂമിയുമായിട്ട് ബന്ധം കൊണ്ടുവരിക. അതുപോലെ പുല്ലിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള വൂൺസൊക്കെ, അതായത് ചെറുപ്പകാലങ്ങളിലെ വൂൺസ് ആയാലും അല്ലെങ്കിൽ ഉള്ളിലുള്ള വിഷമങ്ങളായാലും നിങ്ങൾക്ക് അതിനൊക്കെ മറികടക്കാനും ഭൂമി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പുല്ലിലൂടെ ചെരുപ്പിടാതെ നടക്കുക, ബീച്ചിലാണെങ്കിൽ ആ മണ്ണിലൂടെ നടക്കുക. കുറേ സമയം നടക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ ഇല്ലാതാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നേച്ചറുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സ്വയം ഹഗ് ചെയ്യുക എന്നുള്ളതാണ്. സ്വയം ഹഗ് ചെയ്ത് യു ആർ ഓക്കെ എന്ന് പറയുക. ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ് എന്ന് സ്വയം, അതായത് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് നന്ദി പറയുക. എന്നെ സ്നേഹിക്കാൻ എന്നെക്കാളും മറ്റാർക്കും കഴിയില്ല, ഓക്കെ എന്ന് പറയാം. എന്നെ സ്നേഹിക്കാൻ എന്നെക്കാളും മറ്റാർക്കും കഴിയില്ല എന്ന് പറയുക. അല്ലേ, ഇടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുന്നതും ഒന്ന് കെട്ടിപ്പിടിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും വളരെ നല്ലതാണ്. മറ്റാരും ചിലപ്പോൾ അത് ചെയ്തു എന്ന് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം സ്നേഹിക്കുക, ഹഗ് ചെയ്യുക, യു ആർ ഓക്കെ എന്ന് പറയുക. അതുപോലെ കണ്ണാടിയിൽ നോക്കി ഐ ലവ് മൈസെൽഫ് എന്ന് പറയാം. ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം പവർഫുൾ, ഐ ആം സക്സസ്ഫുൾ. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയുക. നിങ്ങൾ എന്തൊക്കെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുക എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ സെൽഫ് കെയർ ഒക്കെ ചെയ്യുക. അതായത് സ്വയം ഉള്ള കാര്യങ്ങൾക്ക്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ഓയിൽ മസാജൊക്കെ എടുത്ത് ബാത്ത് ചെയ്യുക. ഓയിൽ മസാജ്, ശരീരത്തിൽ നന്നായി ഓയിലൊക്കെ തേച്ച് ഒന്ന് കുളിക്കുക. കുളിക്കുന്നത് വളരെ നല്ലതാണ് ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ. ഒന്ന് കുളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഇമോഷണലി ഒരു ബാലൻസ് വരുന്നതായിട്ട് കാണാം. പിന്നെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ചിലവർക്ക് ഫുഡ് ഓവറായിട്ട്, ഇമോഷണലി എന്തെങ്കിലും പ്രശ്നം ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ തീരെ ഫുഡ് കഴിക്കാത്തതായിട്ടും ഉണ്ടാകും. അപ്പോൾ അവിടെ അത് ബാലൻസ് ചെയ്യാനാണ് വെള്ളം നന്നായി കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമോഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുക, വരക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. വരക്കുന്നതോ ഇനി പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ബോഡിക്ക് കൊടുക്കാം, സുംബ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. ഓക്കെ, ചിലർക്ക് ചിലപ്പോൾ ഈ മാല ഉണ്ടാക്കുക, ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, തുന്നുക, സ്റ്റിച്ച് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെ പലതരത്തിൽ എന്താണോ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഐഡിയാസ് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാം, പിന്നെ മണ്ഡല ആർട്ട്, അങ്ങനെയുള്ള ആർട്ടുകളൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഡാൻസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് തോന്നുന്നത് അത് ചെയ്യുക. ചിലവർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, കുക്ക് ചെയ്യുക. ഓക്കെ, അതിന് നിങ്ങൾ കൂടുതൽ ചിന്തിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദൂരയാത്ര പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ വളരെ ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് ഞാൻ റെഡിയാവുകയാണ്, പെട്ടി റെഡിയാക്കുന്നു, അല്ലെങ്കിൽ ട്രാവലിങ്ങിനുള്ള ബാഗ് നിങ്ങൾ റെഡിയാക്കുന്നു, ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുന്നു, കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നതായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്യുക, മനസ്സിൽ വിചാരിക്കുക.
അല്ലെങ്കിൽ ട്രെയിനിൽ, ഫ്ലൈറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ ബസ്സിൽ, ഏതിലാണോ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടം, കൂടുതൽ ഇഷ്ടം, അതിൽ നിങ്ങൾ ആ യാത്ര പോകുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എത്തുന്നതായിട്ടും നിങ്ങൾ ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് വരുന്നതായിട്ടും നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ടും നിങ്ങൾക്ക് തോന്നുമായിരിക്കും. നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ തന്നെയാണെങ്കിലും ഈ സ്റ്റക്നെസ്സിൽ നിന്നൊക്കെ മാറി പുതിയൊരു മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇതൊക്കെ ചെയ്തു നോക്കുക. നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റുമെന്നാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെയ്തു നോക്കൂ. ഇങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതും. പിന്നെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ദി പ്രോസസ്സ്. കാരണം യൂണിവേഴ്സ് തീരുമാനിക്കുന്നതാണ് പല കാര്യങ്ങളും, നമ്മൾക്കുള്ള പല പരീക്ഷണങ്ങളും. അതുകൊണ്ട് ആ ഒരു ജേണിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് തരാനുള്ളത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുക തന്നെ ചെയ്യും. അതിനുള്ള പാഠങ്ങൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ യൂണിവേഴ്സ് എന്താണോ നിങ്ങളെ ആവാൻ വേണ്ടി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള സ്ട്രെങ്ത് നിങ്ങൾ നേടാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങളെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചില കാർമിക് റിലേഷൻഷിപ്പിലൊക്കെ ആ ഒരു പാറ്റേണൊക്കെ മാറുമ്പോൾ വളരെയധികം പെയിൻഫുൾ ആയിരിക്കും. എങ്കിലും നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ്, എപ്പോഴും നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടുക തന്നെ വേണം. എങ്കിൽ മാത്രമാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് വന്നേക്കാവുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ നിന്ന് എന്ത് മാറ്റം വരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ജേണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജേണൽ ചെയ്യുക. നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ നിങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഇന്നത് ആഗ്രഹിക്കുന്നു, ഇന്നതാവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എഴുതി ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.